പറയാറായിട്ടില്ല, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അവസാനം വന്ന ഡോക്ടർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെയാ, അവസാനം വന്ന ഡോക്ടർ എന്താ പറഞ്ഞത്? 3 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. 3 ദിവസം കഴിഞ്ഞു. സംഭവിച്ചതല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. അങ്ങനെ 3 ദിവസം കഴിഞ്ഞേ പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ 3 ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് കരയുക. എന്നാൽ 3-ാം ദിവസം ഡോക്ടർ വന്ന് പറയുക. എന്താ പറയുന്നത് ഡോക്ടർ വന്ന് പറയുന്നത്? 3-ാം ദിവസം ഡോക്ടർ വന്ന് പറയുന്നത് സൗഖ്യമാണ്, ഒരു കുഴപ്പമില്ല, ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുന്നു. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുന്നു. എന്തോ ഒരു സന്തോഷമാണ്. ഞങ്ങൾ സന്തോഷിച്ചു. കാരണം ഞങ്ങളുടെ പിതാവിന് സൗഖ്യത്തോടെ വീട്ടിൽ കൊണ്ടുവന്നു. ഈ ഒരു വർഷക്കാലം ഞങ്ങളുടെ കൂടെ കുടിച്ചു, കഴിച്ചു, ആനന്ദിച്ചു. എൻ്റെ പപ്പ കൊച്ചുമക്കളെ കണ്ടു, ഞങ്ങൾ ഞങ്ങളുടെ പിതാവിനെ കണ്ടു. ആഘോഷകരമായ എല്ലാ വേളകളും സംബന്ധിക്കുക. എന്നാൽ ഈ വർഷം മാർച്ച് 18 ഞങ്ങൾ കൊച്ചുമക്കളും മക്കളും എല്ലാവരും കൂടെ വന്നിരുന്നോട്ട് കരയുക. ഞങ്ങളിരുന്ന് കരയുക. എന്തിനാ കരയുന്നത്? പിതാവ് ആശുപത്രിയിൽ പോയ ദിവസമാണ്. ഞങ്ങൾ അന്നൊന്നും വെക്കത്തില്ല, വൈകുന്നേരം വരെ ഇരുന്ന് കരയുക. പ്രഭാതത്തിൽ സന്തോഷകരമായി തലേ ദിവസവും എല്ലാം കഴിച്ചേച്ച് കിടന്ന പപ്പ, അതായത് കട്ടിലേന്ന് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ കൊച്ചും എല്ലാവരും വന്നിട്ടുണ്ടോ മൂലക്കിരുന്ന് കരയുന്നു. പപ്പ ചോദിക്കുക, എന്തിനാ കരയുന്നത്? ഒന്നുമില്ല കരയുന്നു. പപ്പ ചോദിക്കും, ഇവർക്ക് എല്ലാവർക്കും കൂടെ എന്തോ പറ്റിയോ? ഇവിടെ എന്താ എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല, പക്ഷെ കരയുക. എന്തിനാ ഞങ്ങൾ കരയുന്നത്? പപ്പായ്ക്ക് കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്ന് കിടന്നതിന് ഞങ്ങൾ കരയുക. പക്ഷേ വൈകുന്നേരം കരഞ്ഞ് ക്ഷീണിച്ചപ്പം അടുക്കളയിൽ നിൽക്കുന്നവരോട് പറഞ്ഞ്, ഇച്ചിരി കഞ്ഞി ഇടങ്ങഴി അരി ഇട്ടോ, ഞങ്ങൾക്ക് വിശക്കുന്ന, ഇച്ചിരി കഞ്ഞിയും കുടിക്കാം. വൈകിട്ട് കഞ്ഞിയും കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോയി. ഇതുപോലെയല്ലേ ദുഃഖ വെള്ളിയാഴ്ച കൊണ്ടാടുന്നത്? ഇതുപോലെയല്ലേ? നിങ്ങൾക്ക് ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞതാ. കാരണം എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടി മറുവില ആയവനാ. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവാ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സന്തോഷിക്കുകയല്ലേ? ഈ കർത്താവ് സ്വന്തം പ്രാണൻ തന്നതുകൊണ്ടല്ലേ നമ്മുടെ നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം നമുക്ക് മടക്കി ലഭിക്കുവാൻ ഇടയാകുന്നതും നീതീകരണം പ്രാപിക്കുന്നതുമെല്ലാം എന്തുകൊണ്ടാ? നമ്മുടെ കർത്താവ് അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞത് കൊണ്ടല്ലേ? ഈ കഷ്ടത അനുഭവിച്ചത് കൊണ്ടാ ഇന്ന് ക്രൂശിന്റെ വഴി സകലരും പാത പിന്തുടരുക. കർത്താവ് പറയുന്നത് എന്തുവാ? എന്നെ പോലെ ജീവിക്കാനാ പറയുന്നത്. എങ്ങനെ കർത്താവിനെ പോലെ ജീവിക്കണമെന്ന് പറയുന്നത്? നീ രോഗി, നിന്റെ ഭവനത്തിനടുത്തൊരു രോഗി ഉള്ളപ്പോൾ, കാണാൻ സൗകര്യമുള്ളപ്പോൾ പോയി കാണുക. സൗകര്യം ഉണ്ടാക്കി കാണണം. നീ എന്തെങ്കിലും സഹായം ചെയ്യാനുള്ളപ്പോൾ ചെയ്യുക. നിനക്കൊന്നും ചെയ്യാനില്ലപ്പോൾ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. അതിന് നയാ പൈസയുടെ ചെലവില്ലല്ലോ. ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. അതുപോലെ നിന്റെ ഒരു കരണത്ത് ആരെങ്കിലും അടിച്ചാൽ ഞാൻ 2 കൊടുത്തിട്ടേ വരത്തുള്ളൂ. അതല്ല, കർത്താവ് എന്താ പറയുന്നത്? എൻ്റെ ഒരു കരണത്തെ അടിക്കുന്നവന് മറ്റേ കരണം കൂടി ഞാൻ കാണിച്ചു കൊടുക്കാനാ കർത്താവ് പറയുന്നത്, ഇല്ലേ? ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോൾ, എന്നാൽ ഇന്ന് മറ്റുള്ളവരെന്താ ചെയ്യുന്നത്? കർത്താവ് അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ ആ കർത്താവ് ഗത്സമനയിൽ പിടിക്കപ്പെടുകയാ. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പിടികൂടാൻ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റത്തില്ല. എന്നാൽ പിതാവായ ദൈവത്തിന്റെ ഹിതം ഏൽപ്പിച്ചു കൊടുക്കുന്നു, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാ. അതായത് ഗത്സമനയിൽ പിതാവുമായിട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അതിനുള്ള കൃപ ഏറ്റെടുക്കുകയാ. അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ ശക്തി സംഭരിക്കുക. ഈ സഹിഷ്ണുത, ഈ തനിക്ക് അനുഭവിക്കുന്ന എല്ലാ വ്യഥകളും ഏറ്റെടുക്കുവാൻ, അതിനുവേണ്ടിയുള്ള കൃപ ഏറ്റെടുക്കുവാൻ വേണ്ടി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ, എന്നാൽ അവിടെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന കർത്താവ് തന്നെ പിടികൂടാൻ വരുന്ന പട്ടാളക്കാർ മുൻപിൽ വീഴുകയാ. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ? കാരണം മുമ്പിൽ വീഴുകയാ. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്റെ ശത്രു എത്ര പ്രബലനായാലും നിന്നെ ഒതുക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിലാ, നിന്നെ പുറത്ത് വിടത്തില്ലെന്ന് പറയുന്ന മണ്ഡലങ്ങളിലാ, ഉപവാസത്താലും പ്രാർത്ഥനയാലും നീ മുഴങ്കാൽ മടക്കുന്നുവെങ്കിലോ
നിന്റെ ശത്രു നിന്റെ മുമ്പിൽ അടിയറ വയ്ക്കുകയാ. നിന്റെ മുമ്പിൽ വീഴുക തന്നെ ചെയ്യും. നിന്റെ കായിക ബലം കൊണ്ടല്ല, നിന്റെ കയ്യിലെ സമ്പത്ത് കൊണ്ടല്ല, നിന്റെ സാമ്പത്തികം കൊണ്ടല്ല അതിനെ ജയിക്കേണ്ടതാ. നീ ദൈവസന്നിധിയിലേക്ക് ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ടായിരിക്കണം. നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു, വെള്ളിയാഴ്ച പോകുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, അതുപോലെ കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഈ പൊത്തുവരുത്ത ആരാധന കൊണ്ട് നമ്മൾ ആരാധന നിർത്തരുത്. കാരണം സമയം വേർതിരിച്ച്, അതായത് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 2.5 മണിക്കൂർ കൊടുക്കണമെന്നാണ് പറയുന്നത്, 3 മണിക്കൂർ. പക്ഷേ 2.5 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം, വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കണം. എങ്കിലേ കർത്താവിനോട് മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാൻ പാടില്ലാത്ത അനേക കാര്യങ്ങൾ നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കണം. നമുക്ക് ആ അഭേദ്യ ബന്ധം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഏത് പ്രശ്നമാകട്ടെ അതിനെ അഭിമുഖീകരിക്കുവാനുള്ള കൃപ നമ്മൾക്ക് ലഭിക്കുക. ഇങ്ങനെ കർത്താവ് ഗെത്സമനയിൽ നിന്ന് പുറത്തിറങ്ങുക, എന്നാൽ പിടികൂടാൻ വരുന്ന വെട്ടാളക്കാർ താഴെ വീഴുക, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിന്? തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം അനുസരണമുള്ള മകനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ഗെത്സമനയിൽ, അതായത് ഗെത്സമനയിൽ പിടിക്കപ്പെടുന്ന കർത്താവ് ഗബഥായിൽ തകർക്കപ്പെടുന്നു. എന്താ നമുക്കറിയാം, 2.5 ഇഞ്ച് നീളമുള്ള മുൾക്കിരീടത്തിന്റെ ആ മുള്ളുകൾ തലയിലേക്ക് കാഞ്ഞടിക്കുകയാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തല ചുമ്മാതെങ്കിലും എവിടെങ്കിലും ഒന്ന് മുട്ടുമ്പോഴുള്ള വേദന, ഈ 2.5 ഇഞ്ച് ആണി തലയിലേക്ക് കാഞ്ഞടിക്കുമ്പോൾ, തലച്ചോറിൽ ആഞ്ഞ് കയറുമ്പോഴുള്ള ആ വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ചത്, ആ വേദന സഹിച്ചത് ആർക്കു വേണ്ടിയാ? എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. കർത്താവിന് സ്വയം എന്തെങ്കിലും നേടാനല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, മുഖത്തെ രോമം പിഴുതെടുക്കുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരു രോമം എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്തോ വേദനയാ. മുഖത്തെ രോമം പറിച്ചെറിയുക, മാംസത്തോടുകൂടി പുറത്തു വരിക, ഇല്ലേ? അതിനുശേഷം മുഖത്ത് കാർക്കിച്ച് തുപ്പുക. നമുക്കറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരു തുപ്പൽ നമുക്ക് തെറിച്ചാൽ എന്തൊരു അസഹ്യമാണ്. എന്നാൽ കഫത്തോടുകൂടിയുള്ള ആ തുപ്പല് കാർക്കിച്ച് തുപ്പുകയാ. ഇതെല്ലാം സഹിക്കുന്നു. പിന്നെയോ പുറമെല്ലാം ഉഴവു ചാലുകൾ പോലെ കീറിമുറിക്കുക. ആ കൊളുത്തേല് കർത്താവിനെ എറിഞ്ഞു കൊളുത്തു പിടിക്കുമ്പോൾ മാംസത്തോടു കൂടിയാ വരുന്നത്. ഇതെല്ലാം സഹിച്ചിട്ട്, അതായത് പുറത്തേക്ക് ആ തോളിലേക്ക് വലിയൊരു മരക്കുരിശ് എടുത്തു കൊടുക്കുന്നു. വീണും തല്ലിയും അവിടുന്ന് എഴുന്നേറ്റ് കടന്നു വരുന്ന കർത്താവിനെ അവസാനം എന്താ ചെയ്യുന്നത്? 3 ആണിമേൽ തറയ്ക്കുകയാണ്. അങ്ങനെ ഗെത്സമനയിൽ പിടിക്കപ്പെടുന്ന കർത്താവ് ഗബഥായിൽ തകർക്കപ്പെടുന്നു. ഗോഗുൽഥായില്, ക്രൂശില് അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? നിവർത്തിയായി. എന്താ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. നമുക്കറിയാം, ഈ 33.5 തിരുവയസ്സിലാണ് ഇതെല്ലാം ചെയ്തത്. നമുക്ക് 33.5 തിരുവയസ്സ് പോയിട്ട് 330 വർഷം കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സകലതും നമുക്ക് ചെയ്തു തീർത്ത് നിവർത്തിയായെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ മാതാവിൻ്റെ കടമ, നമ്മുടെ സഹോദരിയുടെ കടമ, നമ്മുടെ പിതാവിൻ്റെ കടമ, അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പൻ്റെ വല്യമ്മയുടെ ആരുടെ കടമയായാലും ഈ 33.5 വയസ്സ് 33.5 വർഷം തന്നാൽ നമുക്ക് നിവർത്തിയായെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. 330 വർഷം നമുക്ക് തന്നാലും പറയും ഇനിയും ബാക്കി അവിടെ കിടപ്പുണ്ടെന്ന്, അയ്യോ അതുകൂടെ ചെയ്തു തീർക്കണമെന്ന് പറയും, അല്ലേ? എന്നാൽ 33.5 തിരുവയസ്സില് കർത്താവ് തൻ്റെ സകല ദൗത്യങ്ങളും ചെയ്തു തീർത്തിട്ടാ പറഞ്ഞത് നിവർത്തിയായെന്ന് പറയുന്നു. ഈ കർത്താവിൻ്റെ ക്രൂശ് സഹിക്കുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം. ഈ തോളിലേന്തിയ മരക്കുരിശിൽ ഇപ്പം ചുമന്നുകൊണ്ടുപോകാൻ പാടായിട്ട് 2 വീലൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്, അല്ലേ? ഇങ്ങനെയല്ല കർത്താവിൻ്റെ പാത പിന്തുടരേണ്ടത്. അതായത് ക്രൂശ് എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അവസ്ഥയല്ല, അത് കഷ്ടതയാണ്. അതിൽ ഭാരം വരും, നിന്നവരും, പരിഹാസം വരും. ചിലർ പറയും വിശ്വാസത്തിലേക്കൊന്ന് കടന്നു വന്നു കഴിയുമ്പോൾ സകലത് ലഭിക്കും. നമുക്കറിയാം, മത്തായി മർക്കോസ്
അതുപോലെ നമ്മൾ കടകളിൽ എവിടെ പോയാലും സഹോദരി, ഇത് നീ എന്നാടി കണ്ടത്? ഒത്തിരി നാളായി നിന്നെ കണ്ടിട്ട് ഞാൻ. എന്തുകൊണ്ട് വിശേഷം? ഒന്നും പറയണ്ട അടി, പുള്ളി അങ്ങ് മദ്യപാനം. അടി എൻ്റെ ഭർത്താവ് മദ്യപാനിയായിരുന്നു, ഇപ്പം തന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതെന്താ? അത് കാരണം ഇന്നതാ, ഇന്ന വ്യക്തിയെ കൊണ്ടാ. നീ ഒന്ന് പറഞ്ഞേ എടി എൻ്റെ നമ്പർ ഇന്നാ, ഒന്ന് കുറിച്ചെടുത്തോണ്ട് പൊക്കോ നീ. ആ നമ്പരൊന്ന് കൊടുത്തിട്ട് നിൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ നിൻ്റെ ബാഗിൽ കിടക്കുന്ന ആ ട്രാക്റ്റ് എടുത്ത് കൊടുത്തിട്ട് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊന്ന് വായിര്, ഒന്ന് കൊടുത്തേ. അവൾക്ക് സമാധാനമില്ലാതെ അലയുമ്പോൾ, അയ്യോ എൻ്റെ സഹോദരി ഏതാണ്ട് തന്നു, എൻ്റെ കൂട്ടുകാരി ഏതാണ്ട് തന്നു, അതെടുത്തൊന്ന് വായിക്കുമ്പോൾ അവൾ ഈ സത്യദൈവത്തെ അവിടെ ഹൃദയത്തിലേക്ക്, ആ ഉൾക്കണ്ണുകളിലേക്ക് അവൾക്കൊന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന, നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരുപാട് നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു സ്ത്രീയെ, ഒരു രാഹാബ് എന്ന സത്രത്തിൻ്റെ ഉടമയായിരിക്കുന്ന, വേശ്യയായിരിക്കുന്ന രാഹാബിനെ കുറിച്ച് നമ്മൾ നോക്കിക്കേ. ഒരു ക്വാളിറ്റിയും പറയാനില്ലാത്ത സ്ത്രീയാ. പക്ഷെ അവൾ ചെയ്തതെന്താ? അവിടെ വീട്ടിലേക്ക് കടന്നു വന്ന യോശുവ പറഞ്ഞു വിട്ട രണ്ടുപേരെ അവരനുഭവിച്ചത്, അവർ ഇസ്രായേൽ, അതായത് മിസ്രൈമിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ അവരനുഭവിച്ച നന്മകൾ ഈ രാഹാബിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് അവൾ ഏറ്റെടുത്തു. വിശ്വസിച്ചവൾ കേൾവിയാൽ അത് അവൾ ഏറ്റെടുക്കുകയാ. അവൾ വിശ്വാസത്താൽ ഇവരിവിടെ ഉണ്ടെന്നറിഞ്ഞ ഇവരെ തിരക്കാൻ 2 പേര് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ആരും ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് അവർ ഒളിപ്പിച്ചു. ഇവളെ ഒന്ന് മനസ്സിലാക്കണം, ഇവള് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. കാരണം തൻ്റെ രാജ്യത്തിൻ്റെ ബലഹീനത മനസ്സിലാക്കാൻ മറ്റൊരു രാജ്യത്തു നിന്നും 2 പേര് അല്ലെ 4 പേര് കടന്നു വന്നാൽ അവര് ഈ രാജ്യത്തിൻ്റെ ബലഹീനത മനസ്സിലാക്കുന്നുവെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അവര് രാജ്യദ്രോഹിയായി അവരെ കണ്ടെത്തിയിട്ട് പെടലിക്ക് മുകളിൽ കഴുത്ത് കാണത്തില്ല. അവൾ തൻ്റെ പ്രാണൻ വിലയേറിയതായി കണ്ടില്ല. ഇവര് പറഞ്ഞ ഈ സത്യദൈവത്തെ അവൾ വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് എന്തോ സംഭവിച്ചു. ഇവരുടെ കൂടെ ആ പട്ടണം നശിച്ചപ്പോൾ ഇവരുടെ കൂടെ രക്ഷ പ്രാപിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരാത്മാവിനെയെങ്കിലും രക്ഷപ്പെടുത്തുവാൻ, നമ്മുടെ കൂട്ടുകാരിയാന്ന് പറയും, നമ്മുടെ ബന്ധുവാന്ന് പറയും, ചാർച്ചക്കാരാന്ന് പറയും, പക്ഷെ അവരുടെ പ്രാണന്റെ വില ഭൂലോകത്തെക്കാട്ടിലും വിലയാ. ആ ഒരു പ്രാണൻ രക്ഷപ്പെടുവാൻ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് ആവത് എന്താണോ? ഒരു ട്രാക്റ്റ് കൊടുക്കുകയായിരിക്കാം, നമ്മൾ അനുഭവിക്കുന്ന സമാധാനം പങ്കുവയ്ക്കുകയായിരിക്കാം, എന്തായാലും അത് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ കർത്താവ് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ